ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. നമ്മളൊരു 5 പേർക്ക് കഴിക്കാൻ മാത്രം പാകത്തിന്. അപ്പോൾ ഞാനത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അതിന് മുമ്പ് നല്ലവണ്ണം 2-3 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർക്കാൻ വെച്ചു. അതിനുശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 350 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് നല്ലോണം ഒന്ന് തിരുമ്മി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഈ സമയം നമ്മുടെ അരിയും അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ ചിക്കനും അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. ഓയിലാണ്, നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. അതിലേക്ക് ആ ചിക്കൻ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് മൂടി വെക്കുക. മൂടി വെക്കുമ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം കൊണ്ട് ആ ചിക്കൻ ഒന്ന് വേകാനും പിന്നെ അധികം നമുക്ക് എണ്ണ ഒഴിക്കണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ വെള്ളം പറ്റി വരുമ്പോഴത്തേനും ചിക്കൻ ഒന്ന് ചെറിയ തീയിലേക്ക് വെച്ചാൽ മതി. ചിക്കൻ ഒന്ന് വെന്തും കിട്ടും. അതിനുശേഷം നമുക്ക് ആ എണ്ണയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയെടുത്ത് അതൊരു മൊരിഞ്ഞും നമുക്ക് കിട്ടുന്നതാണ്. ചിക്കൻ നമുക്കൊന്ന് മിക്സിയുടെ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുകയോ നമുക്ക് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ അരി നല്ലോണം ഒന്നുകൂടെ അരമണിക്കൂറായി അരി നല്ലോണം കഴുകി അതിൻ്റെ വെള്ളം വാലാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെക്കാം. അതായത് ഞാനിവിടെ എടുത്ത പാത്രത്തിൻ്റെ അകത്തൊരു 3/4 പാത്രത്തോളം വെള്ളം ഞാൻ എടുത്തു. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു 1.5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ചേർത്തത്. ചിലർ ഈ സമയത്ത് സൺഫ്ലവർ ഓയിൽ ചേർക്കാറുണ്ട്, പക്ഷേ എനിക്ക് സൺഫ്ലവർ ഓയിലിനേക്കാൾ ഇഷ്ടം കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അരി അതിലേക്ക് ഇടുക. അരിയുടെ ഒരു 80% വേവ് ആകുന്നിടം വരെ ഒന്ന് നോക്കുക. എന്നിട്ട് 80%ഓളം വേവായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അത് നല്ലോണം ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. ഇത് ഞാൻ അന്നേരപ്പം തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ അധികം തണുത്തില്ല, പക്ഷേ നല്ലോണം തണുത്തിട്ടെടുക്കുകയാണ് നല്ലത്. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ച് നമുക്കതിലേക്ക് ആവശ്യമുള്ള മുട്ടയും കൂടി ഒന്ന് ചിക്കി പൊരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തത്. ആ 5 മുട്ടയ്ക്കകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് അതൊന്ന് ഒഴിച്ചു. അപ്പം ഒഴിച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കുകയല്ല വേണ്ടത്, നമുക്കതൊന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനത് ആയി കഴിഞ്ഞപ്പം നല്ലോണം ഒന്ന് ചിക്കി പൊരിച്ചെടുത്തു. ഇനി ഞാൻ ഒരു ഉരുളിയാണ് എടുത്തത്. ആ ഉരുളി എടുത്തതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടി ആക്കിയിട്ട് നമുക്ക് യോജിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയ ഉരുളിയാണ് എടുത്തത്. ആ ഉരുളിക്കകത്തേക്ക് ഉരുളി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ വെളുത്തുള്ളി ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള സവോള, നമ്മുടെ ബീൻസ്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ അതിലേക്ക് അരിഞ്ഞ് ചേർത്തത്. അതിനാവശ്യത്തിന് അധികം ഉപ്പ് ചേർക്കരുത്, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതിനാവശ്യത്തിനുള്ളൊരു ചെറുതായിട്ട് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി. ഇതും അങ്ങനെ ഒത്തിരി വെന്തു പോകണ്ട. ഒരു 50% കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ മുട്ടയും നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് യോജിപ്പിക്കാം. പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത്, അധികം ചേർക്കേണ്ടത്, നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ സോയാ സോസും, അതിൻ്റെ ടേസ്റ്റ് അധികം വരണ്ടാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി സോസും അതുപോലെ ചേർക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചോറും കൂടെ ചേർക്കുക. ചോറും കൂടെ ചേർത്ത് അതിലേക്ക് ഞാനിവിടെ ചേർത്തത് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ അരി അങ്ങ് വല്ലാണ്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു തടിയുടെ സ്പൂൺ കൊണ്ടാണെങ്കിൽ അതങ്ങനെ പൊടിഞ്ഞു പോകാൻ നമുക്ക് ശരിയായി കിട്ടും. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇത് നമുക്കിനി ചില്ലി ചിക്കൻ്റെയും സാലഡിൻ്റെയും അല്ലെങ്കിൽ ചിക്കൻ 65ൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാവുന്നതാണ്. ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം, നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഞാനിവിടെ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.